പ്രിയ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 15-ാം അധ്യായം ഭഗവത്ഗീതയിൽ അജ്ഞാനി അറിയാത്ത ഈശ്വരൻ, എന്നാൽ ജ്ഞാനി അറിയുന്ന ഈശ്വരൻ. എവിടെയാണ് ജ്ഞാനി ഈശ്വരനെ അറിയുന്നത്? അജ്ഞാനി അറിയാതെ പോകുന്നതും എവിടെയാണ്? രണ്ടും ഒരിടത്താണെന്ന് പറയും. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢ നാനു പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢാഹ ന അനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢാഹ വിശേഷേണ മൂഢന്മാർ. എന്തുകൊണ്ട് അവർ മൂഢന്മാരായി? ഭഗവാൻ ഇവിടെ പറയുന്നു, ഉത്ക്രാമന്തം സ്ഥിതം ഭുഞ്ചാനം വാ. നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഇന്നലെ നമ്മൾ ധ്രുവൻ്റെ സ്തുതിയെയാണ് ഓർമ്മിപ്പിച്ചത്. ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കുന്നത്? പുറത്തൊരു ഈശ്വരനെ ആണോ കണ്ടെത്തിയിട്ടുള്ളത്? അല്ല എന്ന് പറയാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. എനിക്ക് വാക്കുകൾ ഉണ്ടാകാനുള്ള ശക്തി എവിടുന്നാണ് ഉണ്ടായത്? അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വകാദി. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതുപോലെ കൈകാലുകൾ, വിസർജനേന്ദ്രിയങ്ങൾ, ഇതെല്ലാം തന്നെ പ്രാണൻ, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എവിടെ നിന്ന്? ഏതൊരു യോന്തപ്രവിശ്യ എവിടെ നിന്നാണ്? അഖില ശക്തിധർ, എല്ലാറ്റിനും ശക്തി സ്രോതസ്സായിട്ടുള്ള അതിന് എൻ്റെ നമസ്കാരം. ആ ഈശ്വരനെ എങ്ങനെയാണ് കാണുന്നത്? ജ്ഞാനചക്ഷുസ്സുകൊണ്ട്. അതാണ് ശങ്കര ഭഗവത്പാദരുടെ പ്രാതസ്മരണം എന്ന് പറയുന്നത്. രാവിലെ എണീറ്റാൽ തന്നെയുള്ള സ്മരണ എന്താണ്? ജ്ഞാനിയുടെ സ്മരണ അതാണ്. ഗുരുവായൂരപ്പ, ചോറ്റാനിക്കര അമ്മേ, ഭഗവതി രക്ഷിക്കണേ എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൂരെ ചോറ്റാനിക്കരയിലേക്കൊക്കെ പോകണേ. കൊടുങ്ങല്ലൂർ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞോളൂ നിങ്ങൾ. പക്ഷേ ആ കൊടുങ്ങല്ലൂർ അമ്മയും ചോറ്റാനിക്കര ദേവിയും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും ഗുരുവായൂരപ്പനും ഒക്കെ എവിടെയാണ്? ഇനി അതല്ല വേളാങ്കണ്ണിയാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇതൊക്കെ എവിടെയാണെന്നുള്ളത്. അതാണ് പ്രാതസ്മരണം. പ്രാതസ്മരാമി, പ്രഭാതത്തെ ഞാനിതാ സ്മരിക്കുന്നു. ഹൃദി സംസ്ഫുരത് ആത്മതത്വം. എൻ്റെ ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആത്മതത്വം. സച്ചിത് സുഖം, അതിൻ്റെ സ്വരൂപം തന്നെ അതാണ്, സച്ചിദാനന്ദമാണ്. പരമഹംസഗതിം തുരീയം, നാലാമത്തേതാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, നമ്മുടെ 3 അനുഭവങ്ങളിലും സാക്ഷിയായിട്ട് അവനുണ്ട് നിത്യം. തദ്ബ്രഹ്മ, തത് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. അതെന്താണ്? അഹം നിഷ്കളം, ഞാൻ ഒന്നുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഉള്ളവനല്ല. നജഭൂതസംഘ, ഞാൻ ഈ പഞ്ചമഹാഭൂതങ്ങളുമായിട്ടോ അതിൻ്റെ ഉത്പന്നങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളായിട്ടോ ഇതൊന്നുമായിട്ട് എനിക്കൊരു സംഘവുമില്ല. അങ്ങനെ ആരാണ് അവനവനിലുള്ള ഈശ്വരനെ അറിയുന്നത്? ഉത്ക്രാമന്തം സ്ഥിതം ഭുഞ്ചാനം അപി. അവരാരാണ്? അവർ ജ്ഞാനചക്ഷുഷ പശ്യന്തി, അവർ കാണുന്നു. അല്ലാത്ത മൂഢന്മാരോ? അവർ കാണുന്നില്ല. അവർ പുറത്തിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് ഇതിനെ കാണാൻ പറ്റുമോ? എവിടെ കാണാൻ? ഇവർ വിചാരിക്കുന്ന പോലെ ഇവിടെ കാണാനാണ്. അങ്ങനെ ഇവർ വിചാരിക്കുന്നത് പോലെ, ഈ പറഞ്ഞ ശിവകാശി കലണ്ടറിലെ പോലെ ഒരു ഈശ്വരൻ ഇവരുടെ മുന്നിൽ വന്ന്, വീട്ടിൽ രാവിലെ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ചോദിച്ചാൽ ഇവർ സമ്മതിക്കുമോ? ഈ പറഞ്ഞ ആൾക്കാർ സമ്മതിക്കുമോ? നിങ്ങൾ രാമനാണ്, കൃഷ്ണനാണ്, സീതയാണ് എന്നൊക്കെ പറഞ്ഞാൽ? അപ്പോൾ എന്താ പറയുക? കള്ളന്മാരെ ഇറങ്ങിയത് കണ്ടോ? അതെ,
വലിയ പ്രശ്നമാണിത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇതിനെ കുറച്ച് കഠിനമായിട്ട് തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഈ തത്വം ബോധിക്കാൻ വേണ്ടിയിട്ട്. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനഃ നൈനം പശ്യന്ത്യചേതസഃ. 11-ാമത്തെ ശ്ലോകം, 15-ാം അധ്യായം. എന്താ പറയുന്നത്? യദന്തഃ യോഗിനഃ ച ഏനം പശ്യന്തി ആത്മനി അവസ്ഥിതം യദന്തഃ അപി അകൃതാത്മനഃ ന ഏനം പശ്യന്തി അചേതസഃ. യദന്തഃ, യദന്തഃ എന്ന് പറഞ്ഞാൽ യത്നിക്കുന്നവർ. ആരാണ് ഈ യത്നിക്കുന്നവർ? അവർ ശാസ്ത്രം വിധിയാംവണ്ണം ശ്രവിക്കുന്നു. ആ ശ്രവിക്കുന്നത് ശ്രവണമുണ്ട്, മനനമുണ്ട്, നിധിധ്യാസനമുണ്ട്, അതിനുവേണ്ടി കുറച്ച് പ്രയത്നമുണ്ട്. അവരാണ് യദന്തഃ, യത്നിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ. അങ്ങനെയുള്ള അവരാരാണ്? യോഗിനഃ. യോഗത്തിൽ, യോഗി എന്ന് പറഞ്ഞാൽ ഈ യോഗാഭ്യാസം ചെയ്യുന്നവൻ എന്നല്ല, അതുമായി ചേർന്നവൻ എന്നാണ്. യുജിര് സമാധൗ യുജിര് മേളനെ എന്നാണ് ധാതുവിൻ്റെ അർത്ഥം. അപ്പം അതുമായി ചേർന്ന് നിൽക്കുന്നവർ, അതിനോട് ചേരാൻ ആഗ്രഹിക്കുന്നവർ. ഏതിനോട്? സത്യത്തോട്, ഈ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യോഗിനഃ ആത്മനി അവസ്ഥിതം, അവനവനിൽ, ഈ ശരീരത്തിൽ തന്നെ ആത്മനി അവസ്ഥിതം, ഏനം, അതിനെ, ഏത് ഏനം എന്ന് പറഞ്ഞാൽ ഈശ്വരം, ആ സത്യത്തെ, ഈശ്വരനെ പശ്യന്തി, അവരെന്താണ്? അവനവനിൽ അതിനെ കാണുന്നു. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം. അപ്പോൾ അവനവനിൽ കണ്ടാലേ അടുത്ത് നിൽക്കുന്നവനിൽ അതിനെ കാണാൻ പറ്റും. അല്ലാത്തവൻ ഈശ്വരൻ എന്നും അദൃശ്യനാണ്. ഇവിടെ പറയുന്നത് എന്താ? ആത്മനി, അവനവനിൽ ആര് കാണുന്നു. ഇനി യതന്തഃ, യത്നിക്കുന്നുണ്ട്. പക്ഷെ ആ യത്നം ശരിയാം വിധത്തിലല്ല നടക്കുന്നുണ്ട്. വടക്കോട്ട് നടക്കുന്നതിന് പകരം കിഴക്കോട്ടാണ് നടപ്പ്. അപ്പം യതന്തഃ അപി പറയുന്നു അകൃതാത്മനഃ. അകൃതാത്മനഃ എന്ന് പറഞ്ഞാൽ കാപട്യം നിറഞ്ഞ മനസ്സോടുകൂടിയ, മനഃശുദ്ധിയില്ലാത്ത, ആത്മശുദ്ധിയില്ലാത്ത, ഉടായിപ്പ്, അതാണ് അതിൻ്റെ നല്ല മലയാള പദം. അപ്പോൾ ഈ ഉടായിപ്പ് വീരന് എന്തറിയുന്നില്ല? അകൃതാത്മനഃ, അവനെ പറയുന്ന ഗീത പറയുന്നത് അചേതസഃ, ബുദ്ധിശൂന്യൻ. ഏനം ന പശ്യന്തി, ഇതിനെ, ഈ ഈശ്വരനെ ന പശ്യന്തി, കാണുന്നില്ല. കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നാണോ? ജ്ഞാനചക്ഷുസ് കൊണ്ടാണ് അതിനെ കാണേണ്ടത്. ഇവനെ സംബന്ധിച്ച് ഇവൻ കുരുടനാണ്. ഇതാണ് ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ. ഈ അന്ധതയെയാണ് പ്രജ്ഞാമാന്ദ്യം എന്ന് പറയുക. ഈ അന്ധതയെ ഇല്ലാതെയാക്കുന്ന ആളുടെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. എന്താ ഗുരുവിൻ്റെ ജോലി? എന്താ ഗുരു എന്നുള്ള ശബ്ദത്തിൻ്റെ വിഗ്രഹം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധകഃ അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗുകാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അജ്ഞാനങ്ങളാണ്. ഗുകാരോരന്ധകാരശ്ച, ഗുകാരം റെപ്രസെൻ്റ് ചെയ്യുന്നത് അജ്ഞാനത്തെ, അവിവേകത്തെ, അറിവില്ലായ്മയെ ആണ്. രുകാരമോ ആ അറിവില്ലായ്മയെ നീക്കുന്ന പ്രക്രിയയാണ് രുകാരം. ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധകഃ.
ഇങ്ങനെ അന്ധകാര നിവർത്തിത്വാത്, അന്ധകാരത്തെ നിവർത്തിക്കുന്നത് ഹേതുവായി, അതുകൊണ്ട് ഗുരുഹു ഇതി അഭിധീയതേ, ഗുരു എന്ന് പറയപ്പെടും. അപ്പം ഗുരുവിൻ്റെ ജോലി അതാണ്. അല്ലാതെ ഗുരുവിൻ്റെ ജോലി ഈ പറഞ്ഞ വേറെ ഒന്നുമല്ല. എന്തല്ല? അതന്നെ, അതൊന്നുമല്ല. അത്രയാണ്. അപ്പം അന്ധകാരത്തെ ഇല്ല, ജ്ഞാനത്തെ നൽകുക, അത്രയേ ഉള്ളൂ. അതാണ് ഗുരു ഒരു നേത്ര എന്താ പറയുക സർജറി നടത്തുന്ന ഒരാളായിട്ട് ഗുരുഗീതയിൽ പറയുന്നത്. അജ്ഞാനതിമിരാന്തസ്യ, അജ്ഞാനതിമിരം ബാധിച്ചവൻ്റെ ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന ചക്ഷുസ് നൽകിക്കൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും മൂപ്പര്. ചക്ഷുരുന്മീലിതം യേന, യാതൊരുവൻ്റെ ചക്ഷുസനെയാണോ വീണ്ടും കയറിയിട്ട് തുറപ്പിക്കുന്നത്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനായിട്ട് എൻ്റെ നമസ്കാരം. അപ്പം അത് ഇല്ലാതെ പോയതവനെ സംബന്ധിച്ച് അകൃതാത്മനഃ അചേതസഃ ഏനം ന പശ്യന്തി, ഈ മൂഢന്മാർ ഇതിനെ അറിയുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ വെടിയും പൊട്ടിച്ച് ഈ എന്താ പറയുക ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ ഉടായ്പിലൊക്കെ പെട്ട് ഇവരെ ഉടായ്പ് വീരന്മാർ, അവരെ നയിക്കുന്നതോ അന്തേനൈവ നീയമാന യഥാന്താഹ, കുരുടനെ നയിക്കുന്ന മറ്റു കുറേ കുരുടന്മാർ. ഈ പൊട്ടത്തരങ്ങളിലെല്ലാം പോയി ഇവ ഈയാമ്പാറ്റ തീയിൽ വീഴുന്നത് പോലെ, അഗ്നിയിൽ വീഴുന്നത് പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. എന്തൊക്കെ തട്ടിപ്പ് ഈ മാർഗത്തിലുണ്ട് എന്നറിയോ? എല്ലാ തട്ടിപ്പും ഇവിടെ തഴച്ച് വളരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ തട്ടിപ്പ് വീരന്മാർക്കും ഈ തട്ടിപ്പൊക്കെ നടത്താൻ ഒരു പരിരക്ഷ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ആ പരിരക്ഷയിൽ ഇവരിങ്ങനെ തഴച്ച് വളരുകയാണ്. അതിന് ചൂഷണത്തിന് ഇതാ എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങുകയാണ് വെടിവെച്ചിട്ട്. അപ്പോൾ ജ്ഞാനികൾ അവനവനിൽ തന്നെ അതിനെ കണ്ടെത്തുന്നു. അജ്ഞാനികളെ സംബന്ധിച്ച് അത് അവനവനിലും ഇല്ല, അതെവിടെയുമില്ല. ഇനി ജ്ഞാനികൾ അവനവനിൽ കണ്ടെത്തിയ ആ സത്യത്തെ എവിടെയൊക്കെ കാണുന്നു? ഭഗവാൻ വിഭൂതി യോഗത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുടെ മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ പറയും. 12ാമത്തെ ശ്ലോകത്തിൽ യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. എന്ത് മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതൊക്കെ. ആയിരിക്കണം നമുക്കൊരു ലഹരി എന്ന് പറയും. യത് ആദിത്യഗതം തേജഃ ജഗത് ഭാസയത്തെ അഖിലം യത് ചന്ദ്രമസി യത് ച അഗ്നൗ തത്തേജഃ മാമകം വിദ്ധി. യത് തേജഃ ആദിത്യഗതം, യാതൊരു തേജസ്സാണോ ആദിത്യനെ ഗതൗ പ്രാപിച്ചിട്ട്, സൂര്യനെ പ്രാപിച്ചിട്ട് അഖിലം ജഗത് ഭാസയതേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അപ്പം സൂര്യൻ എവിടെ നിന്നാണ് ഈ പ്രകാശത്തെ കൈക്കൊണ്ടത്? നമ്മുടെ വീട്ടിലൊരു ബൾബ് പ്രകാശിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിറകിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഒരു ടോർച്ച് ലൈറ്റ് പ്രകാശിക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു എനർജിയുണ്ട്, ബാറ്ററിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്നവൻ ആരാണ്? പ്രകാശിപ്പിച്ചവൻ. സൂര്യൻ എവിടുന്നാണ് ഇതിനെ കടം കൊണ്ടത്?
അതാ പറഞ്ഞു. യത് ആദിത്യഗതം തേജഃ, ഇവൻ ഈ ഭഗവാന്റെ തേജസ് ആദിത്യനിൽ പ്രവേശിച്ചിട്ട് അഖിലം ജഗത് ഭാസയതേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. യത് തേജഃ ചന്ദ്രമസി, യാതൊന്നാണോ ചന്ദ്രനിലേക്ക് പ്രവേശിച്ചിട്ട്, ഏതൊരു തേജസ്സാണ് സൂര്യനിൽ പ്രകാശിച്ച് മുഴുവൻ പ്രകാശിപ്പിക്കുകയും തപിപ്പിക്കുകയും ചെയ്യുന്നത്, അതേപോലെ ഏതൊരു പ്രകാശമാണ് ചന്ദ്രനിൽ ചെന്ന് മുഴുവൻ ലോകത്തെയും അതിൻ്റെ ശൈത്യമാർന്ന ശീതളിമയാർന്ന ചന്ദ്രൻ്റെ പ്രഭ കൊണ്ട് അനുഗ്രഹിക്കുന്നത്. യത് തേജഃ അഗ്നൗ, യാതൊരു തേജസ്സാണ് അഗ്നിയെ പ്രവേശിപ്പിച്ച് അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. തത് തേജഃ, ആ തേജസ് മാമകം വിദ്ധി, എൻ്റേതെന്നറിയും. അപ്പം ആ അഗ്നിതത്വം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മിലും ആ അഗ്നിതത്വം ചൂടതാണ്. ഇതിന് വേദം പറയുമ്പം മറ്റൊരു രൂപത്തിൽ പറയും. ഇത് തന്നെ അവിടെ കുറച്ചുകൂടെ വിസ്തരിച്ചു പറയും. ഭീഷാസ്മാത് വാദപ്പവത്തെ ഭീഷോദേതി സൂര്യഃ ഭീഷസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി. എല്ലാവരും പണിയെടുക്കുന്നത് പറയും. അവന്മാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്ന ആള് അങ്ങനെയാ അവിടെ പറയും. ഭയപ്പെട്ടെന്ന ഭീഷാസ്മാ, ഭയന്ന് വാദപ്പവതേ, കാറ്റ് സഞ്ചരിക്കുന്നു, കാറ്റടിക്കുന്നു, വേറെ ഓപ്ഷനൊന്നുമില്ല. ഭീഷോദേതി സൂര്യ, സൂര്യൻ പ്രകാശിക്കുന്നത് ഭയപ്പെട്ടിട്ടാ. ആരെ? ഇവനെ. ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച, അഗ്നിയും ഇന്ദ്രനും മൃത്യു ഓടിക്കൊണ്ട് പണിയെടുക്കുന്നു. ധാവതഃ എന്നാണ്, അഞ്ചാമനായ മൃത്യു. കാണുന്നില്ലേ, നമ്മൾ ഓടിയിട്ടാണ് മൂപ്പരെ പണിയെടുക്കൽ. മൂപ്പർക്ക് നിൽക്കാൻ സമയമില്ല. ഇതെല്ലാം ആര് ഭയന്ന്? അവിടെ ഭയന്ന് എന്നൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഈ തത്വം, ഈ ഞാൻ ഭഗവാൻ പറയുന്ന, അപ്പം നമുക്ക് ഇവിടങ്ങളിലെല്ലാം നമുക്ക് ആരെ കാണാം? ഇതിനെ കാണാം. ജ്ഞാനി അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. മൃത്യുവിലുണ്ട് ഇവൻ, അഗ്നിയിലുണ്ട്, സൂര്യനിലുണ്ട്, ചന്ദ്രനിലുണ്ട്. ഇവനേതിലാണ് ഇല്ലാത്തത്? ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് ഈശാവാസ്യമിതം സർവം, ആത്മാവാസ്യമിതം സർവം എന്ന്. യദാദിത്യഗതം തേജഃ ജഗത് ഭാസയതേ കിലം യചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. അതെല്ലാം എൻ്റെ തേജസ്സാണെന്നറിഞ്ഞാൽ, എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ. അതാണ് ഈശാവാസ്യത്തിൽ സൂര്യനെ ഉപാസിക്കുന്ന ശിഷ്യൻ അവസാനം ചൊല്ലുന്ന മന്ത്രമില്ലേ. സൂര്യനോടൊരു അപേക്ഷ നടത്തുന്നുണ്ട്, അഗ്നിയോട് അപേക്ഷ നടത്തുന്നുണ്ട്. സൂര്യനോട് പറയുന്ന സമയത്ത് എന്താ? ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ. സത്യധർമ്മനായി, സത്യത്തെ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ള എനിക്കായിക്കൊണ്ട്, ഹേ പൂഷൻ, അല്ലയോ സൂര്യ, പോഷിപ്പിക്കുന്നവനെ, പ്രപഞ്ചത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനെ, അപാവൃണു മാറ്റിയാലും, ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം, സത്യത്തിൻ്റെ മുഖം സ്വർണ്ണനിർമ്മിതമാർന്ന മൂടി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യധർമ്മമായ എനിക്കായിക്കൊണ്ട് മാറ്റിയാലും. സൂര്യനെ അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. ഇവൻ സൂര്യോപാസകനാണ്. പിന്നെ ഇവൻ്റെ മന്ത്രം എന്താ? പൂഷന്നേ കർഷയമസൂര്യ പ്രാജാപത്യവ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി. യഹ അസൗ പുരുഷഃ സോഹമസ്മി സഹ അഹമസ്മി. സൂര്യനിൽ
കുടികൊള്ളുന്ന ആ ചൈതന്യം എന്താണോ അത് ഞാനാകുന്നു. സൂര്യോപാസകൻ സൂര്യനായി സാക്ഷാത്കരിക്കുക. എങ്ങനെയാണോ ജലഗത സൂര്യൻ, കഴിഞ്ഞ ദിവസം ശങ്കരാചാര്യരുടെ ഉപമ പറഞ്ഞു, ചളിവെള്ളത്തിൽ ചെറിയൊരു കുഴിയിൽ സൂര്യപ്രതിബിംബം, ആ സൂര്യകിരണങ്ങളെ കൊണ്ട് വറ്റി പിന്നെ ഒറ്റ ഒരു പ്രതിബിംബ സൂര്യൻ ഇല്ലാതെയായത്. അതുപോലെ അതാണ് എന്നിൽ, അതാണ് സൂര്യനിൽ, അതാണ് ചന്ദ്രനിൽ, അതാണ് അഗ്നിയിൽ. വേറെ വേറെ തത്വങ്ങളില്ല. ആ ബ്രഹ്മാതി പിപീലികാന്ത തനുഷു പ്രോത ജഗത് സാക്ഷി. ചെറിയ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ ഒരേ തത്വം, ഇതിലെല്ലാം നിലകൊള്ളുന്നത്, കുടികൊള്ളുന്നത്. നമ്മളൊരു പാട്ടില്ലേ, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അത് തന്നെ. അതിനുള്ളിലെ ആനന്ദദീപം അത് തന്നെയാണ് സൂര്യനിലിരിക്കുന്നതും എല്ലാം. അതാണ് നമ്മൾ തീപ്പെട്ടിയായിട്ടോ ലൈറ്ററായിട്ടോ എന്തായിട്ടും നമ്മൾ കൊടിവിളക്കായിട്ടോ ഒരു വിളക്കായിട്ടോ ഒരു തിരിയായിട്ട് കത്തിച്ച് വയ്ക്കുന്നത്. അതെല്ലാം ആ ചൈതന്യമാണ്. അത് തന്നെയാണ് എന്നിലിരിക്കുന്നത്. എങ്ങനെയാണോ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറഞ്ഞത്, നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ഭാന്തമനുഭാദ്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്നത്. ഏത് ദക്ഷിണാമൂർത്തി? ഉള്ളിലിരിക്കുന്ന ദക്ഷിണാമൂർത്തി. നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം. ഒരു കുടത്തിനകത്ത് കുറേ ദ്വാരങ്ങൾ. ഇവിടെ പറയുന്ന കുടത്തിനകത്ത് 5 ദ്വാരങ്ങളാണ്, 7 ദ്വാരങ്ങൾ, അല്ലെങ്കിൽ 9 ദ്വാരം. ഇവിടെ ശങ്കരാചാര്യർ ഇതിൽ പറയുമ്പോൾ 5 ദ്വാരമായിട്ടാണ് പറയുന്നത്. എണ്ണം കൂട്ടിയെടുക്കാം. നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് സ്പന്ദിക്കുന്നത്. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, പ്രാണിക്കുന്നു. ഇതൊക്കെ ദ്വാരങ്ങളാണ്. ഇതിലൂടെ ഇങ്ങനെ ഉള്ളിൽ ഒരു കുടത്തിനകത്ത് ചിരാത് കത്തിച്ച് വെച്ച് ഈ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പ്രകാശം പ്രവഹിക്കുന്നത് പോലെ ആ ഉള്ളിലെ ചിരാതിൻ്റെ സവിശേഷത കൊണ്ട് കണ്ണ് കാണുന്നു, കാത് കേൾക്കുന്നു, മൂക്കിന് ഗന്ധമറിയാൻ സാധിക്കുന്നു, ത്വക്കിന് സ്പർശമറിയാൻ സാധിക്കുന്നു. ഓരോ പരിപാടി നടക്കുന്നു. ജാനാമീതി അഹം ജാനാമി, ഞാനിതൊക്കെ അറിയുന്നു. അപ്പം ആ സൂര്യനിൽ ഏതൊരു തേജസ് കൊണ്ടാണോ സൂര്യൻ ഈ അഖിലത്തിനെയും പ്രകാശിപ്പിക്കുന്നത്, അതേ തേജസ് കൊണ്ടാണ് ഞാനും ഇവിടെ പ്രകാശിക്കുന്നത്. എൻ്റെ നേരെ മുന്നിലുള്ളവനും അവനും ഒക്കെ പിന്നെ നിനക്ക് എന്ത് അധികാരമാണോ ഇവൻ താഴ്ന്നവൻ അവൻ ഉയർന്നവൻ എന്നൊക്കെ പറയാൻ? ഭൂലോക മണ്ടത്തരം എന്നല്ലാതെ ഞങ്ങൾ കൂടിയവരാണ്, ഇവരൊക്കെ കുറഞ്ഞവരാണെന്ന് പറയാൻ എൻ്റെ വിവരക്കേട്, അജ്ഞാനി. ഇത് നോക്കൂ, ഇവിടെ പറയുന്നത് എന്താ? സൂര്യനിൽ എന്താണോ ഉള്ളത്, എന്താണ് ചന്ദ്രനിലുള്ളത്, എന്താണ് അഗ്നിയിലുള്ളത്, എന്താണ് മിന്നൽ പിണർ തുടങ്ങി സകലത്തിലും പറയുന്നത്, അത് തന്നെയാണ് ഈ ഒരു ഉറുമ്പിലും എന്നിലും ഒക്കെ ഉള്ളത്. പിന്നെ ഞാൻ ബ്രാഹ്മണൻ, എന്നിൽ കുറച്ച് കൂടുതൽ എന്തോ വിശേഷപ്പെട്ടത്, മറ്റവനിലെന്തോ ഇല്ല എന്ന്. ഇതിലും വലിയ മണ്ടന്മാർ വേറെ ഭൂലോകത്തുണ്ട്. ഇത് ജനങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ജനങ്ങളെ കഴുതകളാക്കാം, നിങ്ങളുടെ അടിമകളാക്കാം.
നിങ്ങളെ കാണുമ്പോഴേക്കും എണീറ്റ് നിന്ന് കുനിഞ്ഞ് റാമൂളികളാക്കാം. അതുകൊണ്ടാണ് ഇതൊന്നും ആരെയും പഠിപ്പിക്കാതിരുന്നത് ഒരു കാലത്ത്. പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. അതാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ ആളുകളെ പഠിപ്പിച്ചത്. ഗുരുദേവൻ ഇതിലാണ് ഉയർത്തി നിർത്തിയത്. ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥന അതാണ്. കാണുന്നതൊക്കെയും സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ 3 സ്വരൂപങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അല്ലയോ പരമാത്മാവേ എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പം കാണപ്പെടുന്നതൊക്കെ അതാണ്. നീ കരുതൊന്നും വേണ്ട, നീ എന്തോ നികൃഷ്ടനാണ്, നീ അവർണനാണ്. അവർണൻ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ വർണ്ണമില്ലാത്തവനാണ്. ഈ വർണ്ണമുള്ളതൊക്കെ ദോഷമാണ്. വർണ്ണൻ എന്ന് പറഞ്ഞാൽ വർണ്ണമില്ലാത്തവനാണ്. വേറൊരർത്ഥം പറഞ്ഞാൽ മറ്റേ അർത്ഥം വേറെയാണ്, അത് വേറെ. എന്തായാലും ഗാമാവിശ്യച ഭൂതാനി, തുടർന്ന് ഭഗവാൻ പറയുന്നു, ആ തേജസ് എങ്ങനെയാണ് ഓരോ പ്രകാരത്തിലും ഇരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിസ്താരമാണ് അടുത്ത 13ാമത്തെ ശ്ലോകത്തിൽ. ഗാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹമോചസാ പുഷ്ണാമി ചൗഷധീ സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ. ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഇവിടെ ഗീത ഇങ്ങനെ നൽകുന്നു. ഇതിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നു. അതൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക. എവിടെയെങ്കിലും ഒരു കാരണത്തിൽ എത്തണം നമ്മൾ. അതൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നവർക്ക് ഒരു ശാശ്വതമായ ഉത്തരം ഉണ്ടായി. ഇതേതെങ്കിലും കണ്ടുപിടിച്ച ഒരാളുടെ പേരിലല്ല, മൂപ്പരുടെ പേരാണ് ഭഗവാൻ എന്ന് പറഞ്ഞത്. എന്താ പറയണത്? ഗാം ആവിശ്യച ഭൂതാനി ധാരയാമി അഹം ഓജസാ പുഷ്ണാമി ഔഷധീ സർവാഃ സോമഃ ഭൂത്വാ രസാത്മകഃ. എന്തെന്ത് പരിപാടികളാണെന്നറിയും. അഹം, ഞാൻ, പരമാത്മാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ ആ പരമകാരണമായിട്ടുള്ളത്. ഓജസ് കൊണ്ട്, ഓജസ് എന്ന് പറഞ്ഞാൽ ശക്തി, വീര്യം, ഇതൊക്കെയാണ് ഈ ഉൽപാദനത്തിന് കാരണമായി തീരുന്നത്. ഏതോ അതാണ് ഓജസ്. അഹം, ഞാൻ ഓജസ് കൊണ്ട് ഗാം ആവിശ്യ, ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട്. ഭൂമിക്ക് ആ ഓജസ് ഉണ്ട്. ഭൂമിയാണ് ഈ വൃക്ഷലതാദികൾക്കൊക്കെ കൊടുക്കുന്നത്. അതാണ്. അപ്പം ഗാം ആവിശ്യ, ഭൂമിയിൽ പ്രവേശിച്ചിട്ട് ഭൂതാനി, ഭൂതങ്ങളെ ധാരയാമി, ഞാൻ ധരിച്ചിരിക്കുന്നു. ഭൂമി എല്ലാറ്റിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമിയെ പോലെ ആകർഷണ ഫലമില്ലാത്ത മറ്റ് ഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് വേറുള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോണത് അതുകൊണ്ടാണ്. ഇവിടെ വന്നാൽ നേരെ താഴേക്ക് വീഴും. അങ്ങനെയാണോ? സ്പേസിലൊക്കെ അല്ല, നമ്മൾ കാണുന്നില്ലേ? സുനിത വില്യംസ് ഒക്കെ പോയിട്ട് ഇങ്ങനെ, നമുക്ക് ഈ നാസയിൽ പോയി കഴിഞ്ഞാൽ സ്പേസ് ഷട്ടിലുണ്ട്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം ആർട്ടിഫിഷ്യലായിട്ട്. ഭയങ്കര രസമാണ്. ഗാം ആവിശ്യ, ഭൂമിയിൽ ആവേശിച്ചിട്ട് ഭൂതാനി ധാരയാമി, ഇതിലെ മുഴുവൻ എല്ലാറ്റിനെയും ഞാൻ ധരിച്ചിരിക്കുന്നു. എന്നിട്ടോ രസാത്മക സോമഃ ഭൂത്വ, ഞാൻ ചന്ദ്രനിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ ഈ വൃക്ഷങ്ങൾക്കും ഇതിനൊക്കെ വേണ്ട ഈ വിത്തുകൾക്കും പൂവുകൾക്കും ഒക്കെ വേണ്ടുന്നത് ഈ ചന്ദ്രൻ്റെ മഞ്ഞാണ്. മഞ്ഞ് രസാത്മകനാണ്. ഈ ഔഷധവീര്യം നൽകുന്ന ആളാണ് മൂപ്പർ. അങ്ങനെ ഞാൻ ചന്ദ്രനായിട്ട് തീർന്നിട്ട് രസസ്വരൂപനായിട്ടുള്ള അതായിട്ട് ഞാൻ സർവ ഔഷധി, എല്ലാ ഔഷധികളെയും
പുഷ്ണാമി, ഞാൻ പോഷിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ട എന്തൊക്കെ സംഗതികളാണ് ഈ വൈവിധ്യങ്ങളാർന്ന ഫലമൂലാദികളിലുള്ളത്. നമ്മുടെ കണ്ണിന് വേണ്ടതും സ്കിന്നിന് വേണ്ടതും തലമുടിക്ക് തലയ്ക്ക് ഈ പറഞ്ഞ ഓരോന്നിനും നമ്മുടെ പോഷിപ്പിക്കുന്ന നമുക്ക് വേണ്ട ഫുഡിൽ ഇതെല്ലാം മൂപ്പര് കൃത്യമായ അളവിലൊക്കെ വെച്ചു. അത് നമ്മൾ ആ രീതിയിലൊക്കെ പാകപ്പെടുത്തി കഴിക്കുമ്പോൾ പാകപ്പെടുത്തിയിട്ടോ അല്ലാതെയോ ഒക്കെ കഴിക്കാം. അതിൽ മരുന്നടിക്കുന്നതും വിഷം അടിച്ചു വെച്ചതൊക്കെ നമ്മളാണ്, അത് വേറെ. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മൂപ്പരിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ പഞ്ചസാര പായസം അങ്ങക്ക് വഴിപാടായിട്ട് തന്നിട്ട് എനിക്ക് എന്ത് തന്നു എന്ന് ചോദിക്കുന്ന മണ്ടനോടൊക്കെ എന്തു പറയാൻ? ഇതൊക്കെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയൊന്നും നിങ്ങൾ പോകില്ല. പിന്നെ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ പൂജാരിക്ക് ശമ്പളം വേണം, അവിടുത്തെ ഇലക്ട്രിക് ബില്ല് അടയ്ക്കൽ വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നിത്യനിദാനം എന്ന് പറയും, കുറേ ചിലവുകളുണ്ട്. അതിലേക്ക് കൊടുക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി. അല്ലാതെ ഈശ്വരനൊക്കെ കൊടുക്കുന്നു നിങ്ങൾ ഞാൻ ഈശ്വരന് കൊടുത്തു എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നമായി പോകും. ഒരു വലിയ മണ്ടത്തരം വേറെ ഇല്ല. നിങ്ങളാരാണ്? നമ്മളൊക്കെ ആരാ മൂപ്പർക്ക് കൊടുക്കാൻ? മുഴുവൻ ആള്, ഇതിൻ്റെ മുഴുവൻ ആൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ 1 കിലോ പഞ്ചസാരയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൂക്കത്തിന് അത്രയും വാഴപ്പഴമോ ചൂല് വരെ വെച്ച് തുലാഭാരം നടത്തുന്നുണ്ട്. അതവിടെ അടിച്ചു വരാൻ ഉപയോഗിക്കാം. അതുകൊണ്ടായിരിക്കാം വില കുറവാണ്. ചിലരൊക്കെ തുലാസ് കൂട്ടി താഴെ വീണ തന്നെ ഇതുകൊണ്ടാണ്. ഇത് സത്യം ബോധിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്കും. പിന്നെ ഈ ഇരിക്കുന്നവനൊരു പേടിയുണ്ടാവും. ഈ തുലാസ് പൊട്ടിയ കഥ പലയിടത്തും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതും പൊട്ടോ എന്നുള്ളത് അതുകൊണ്ട് അധികരിക്കാതെ വേഗം എണീക്കും. ദൈവത്തിന് കൊടുക്കുക, ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നത്, ഈ പറഞ്ഞ അവിടുന്ന് പ്രസാദം തരുന്ന പൂജാരിക്ക് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ നിങ്ങളെ പറ്റിച്ച് മേടിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മേടിക്കുന്നവർ. വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ദേവിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും അധോഗതിയായിരിക്കും കേട്ടോ. നിങ്ങൾ ആർക്കെതിരായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കുറേ പൊട്ടന്മാർ, ആ പൊട്ടന്മാരുടെ ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിത് പരിചയം, നിങ്ങൾക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അങ്ങനെ കാണിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. എടാ, നീയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൻ്റെ കൊട്ടേഷൻ എടുക്കുന്ന ഒരു ഈശ്വരനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. വരട്ടെ ഇവിടെ. നീയൊക്കെ പറഞ്ഞാൽ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഈ അമ്പല കമ്മിറ്റിക്കാരനാണ് വന്ന് നമ്മളെ ഇതാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരും, കുട്ടികൾ ബൈക്ക് ആക്സിഡൻ്റ് ആവും, അതാവും ഇതാവും. ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ ഉത്സവത്തിന് പിരിവ് നടത്തുന്ന ആൾക്കാരുടെ ശൈലികളായതൊക്കെ. ഇത് തുടങ്ങി അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാലോ എങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദിവസവും നമ്മൾ കഴിക്കുന്ന നമുക്ക് സൂര്യപ്രകാശം വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുണ്ട്. അപ്പം സൂര്യനും ചന്ദ്രനും അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇവിടുത്തെ സസ്യലോകവും അതിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികളിലൂടെ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും, ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് എന്ത് മനോഹരമായിട്ടാണ് ഗീത പറയുന്നത്. അടുത്തൊരു ശ്ലോകമുണ്ട്, അതിഗംഭീരമായിട്ടുള്ള ശ്ലോകം. അതുകൊണ്ടാണ് ഈ ശ്ലോകം, ഈ അധ്യായം ഭക്ഷണത്തിന് മുമ്പ് പ്രധാനപ്പെട്ടതായിട്ടിരിക്കുന്നത്. നമുക്ക് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.